ദ ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഗോഡിസ്ലോ ഓൺലൈൻ ഇൻ്റർനാഷണൽ ഫെലോഷിപ്പിൻ്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ആരുമില്ലാത്തവർക്ക് ആശ്രയമായി നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. ഹന്നയുടെ ജീവിതത്തിൽ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും സ്തോത്രം നമുക്കെല്ലാവർക്കും ആശ്വാസം തരുന്ന ഒരു ദൈവിക വാഗ്ദത്തം നിറവേറിയ സ്തോത്രം ഒരു വ്യക്തിയാണ് ഹന്ന എന്ന് പറയുന്നത്. ഹന്ന ദൈവസന്നിധിയിൽ ആലയത്തിലേക്ക് വന്ന് കരയുമ്പോൾ ഏലി പുരോഹിതന് പോലും അത് മനസ്സിലാകാതിരിക്കുമ്പോൾ ഹന്നയുടെ ഉള്ള അവസ്ഥയെ അറിഞ്ഞുകൊണ്ട് കർത്താവ് അവൾക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. ഒരു വാഗ്ദത്തം നിറവേറുവാൻ വേണ്ടി പലപ്പോഴും നമ്മൾ കണ്ണുനീരിലൂടെ, ഒറ്റപ്പെടലിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ കാണുവാൻ ആരുമില്ലെന്ന് വരും. കൂട്ടുകാരും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന സ്നേഹിതർ പോലും നമ്മളെ മാറ്റി നിർത്തി, അകറ്റി നിർത്തിയെന്ന് വരും. എന്നാൽ ദൈവം പറയുകയാണ്, വാഗ്ദത്തമുള്ളവൻ എത്ര പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയാലും, എത്ര ഒറ്റപ്പെടലിലൂടെ കടന്നുപോയാലും, ആരുമില്ല സ്തോത്രം എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവുണ്ട്. ആരുമില്ല എന്ന് പറയുമ്പോൾ, മകനെ, മകളെ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടടാ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടടി എന്ന് പറയുന്ന നമ്മളെ മാർവോട് ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്. ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. ഒരു മനുഷ്യൻ്റെ സ്നേഹത്തിനും അല്ലെങ്കിൽ നമ്മളെ സ്തോത്രം സാഹചര്യങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ്റെ സ്നേഹത്തിന് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സ്തോത്രം ഏത് സാഹചര്യങ്ങളിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും യോസേഫിൻ്റെ ജീവൻ നമ്മൾ പരിശോധിക്കുമ്പോൾ സ്തോത്രം എത്തെല്ലാം പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ കടന്നുപോയെങ്കിലും വാഗ്ദത്തം ദൈവം നിറവേറ്റുകയുണ്ടായി. പ്രിയമുള്ള, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും വാഗ്ദത്തം നിറവേറ്റി സ്തോത്രം ആരുമില്ലെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ ഈ ശബ്ദം എഴുതിക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഒരിക്കലും ദൈവം നിങ്ങളെ കൈവിടത്തില്ല. സ്തോത്രം അവരുടെ മധ്യത്തിൽ തന്നെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങളെ ചെയ്യും. സ്തോത്രം കർത്താവ് നിങ്ങളുടെ വിഷയങ്ങൾക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും വിഷയത്തിനകത്ത് കർത്താവ് ഇറങ്ങി വരും. പാട്ടുകാരൻ ഇപ്രകാരം പറയുകയുണ്ടായി, സ്തോത്രം ഞാനൊന്നുമല്ലാതിരുന്നപ്പോൾ കൂട്ടിനായി വന്ന് എൻ്റെ യേശു. പ്രിയമുള്ളവരെ, സ്തോത്രം നമ്മൾ ഓരോരുത്തരും കർത്താവിനെ അറിഞ്ഞത്, കർത്താവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞത് ഒന്നുമില്ലാതിരുന്നപ്പോൾ, ശൂന്യമായിരിക്കുന്ന അവസ്ഥയിൽ, എല്ലാവരും നമ്മളെ കൈവിട്ടപ്പോൾ, സാഹചര്യമെല്ലാം പ്രതികൂലമായിരുന്നപ്പോൾ, സ്തോത്രം ആരുമില്ലെന്ന് ചിന്തിക്കുന്ന നേരത്ത് കർത്താവ് നമ്മുടെ കൂട്ടിനായി വന്നതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നതും കർത്താവിൻ്റെ സ്തോത്രം ജീവനോടെ ഇന്നായിരിക്കുന്നതും. പ്രിയമുള്ളവരെ, ആ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മളെ സ്തോത്രം ഈ ഗാനത്തിലൂടെ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഏത് സാഹചര്യത്തിലും കൈവിടാത്ത ആ നല്ല ദൈവത്തെ നമുക്ക് സ്തോത്രം ഈ ഗാനത്തിലൂടെ പാടി സ്തുതിക്കാം. ഞാനൊന്നും അല്ലാതിരുന്നപ്പോൾ കൂട്ടിനായി വന്നെൻ്റെ യേശു, കുറവുകളെല്ലാം ക്ഷമിച്ചു, കൂട്ടിനായി വന്നെൻ്റെ ചാരേ, കുറവുകളെല്ലാം ക്ഷമിച്ചു, കൂട്ടിനായി വന്നെൻ്റെ ചാരേ. ഞാനൊന്നും അല്ലാതിരുന്നപ്പോൾ കൂട്ടിനായി വന്നെൻ്റെ യേശു, കുറവുകളെല്ലാം ക്ഷമിച്ചു, കൂട്ടിനായി വന്നെൻ്റെ ചാരേ, കുറവുകളെല്ലാം ക്ഷമിച്ചു, കൂട്ടിനായി വന്നെൻ്റെ ചാരേ. നീറുന്ന നോവുകളെൻ്റെ കണ്ണു നിറയ്ക്കും നേരം, പെറ്റമ്മയേക്കാൾ സ്നേഹം തരുന്നൊരു കാൽവറി ക്രൂശിലെ സ്നേഹം, പെറ്റമ്മയേക്കാൾ സ്നേഹം തരുന്നൊരു കാൽവറി ക്രൂശിലെ സ്നേഹം. ഞാനൊന്നും അല്ലാതിരുന്നപ്പോൾ കൂട്ടിനായി വന്നെൻ്റെ യേശു, കുറവുകളെല്ലാം ക്ഷമിച്ചു, കൂട്ടിനായി വന്നെൻ്റെ ചാരേ, കുറവുകളെല്ലാം ക്ഷമിച്ചു,
കൂട്ടിനായി വന്നെൻ്റെ ചാരേ. നന്മകളേറിടും നേരം നന്മയേക്കാളേറെ സ്നേഹം, നന്മ തന്നേശുവിൻ സ്നേഹത്തെ ഓർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയും. നന്മ തന്നേശുവിൻ സ്നേഹത്തെ ഓർക്കുമ്പോൾ നന്ദിയാൽ എന്നുള്ളം നിറയും. ഞാനൊന്നും അല്ലാതിരുന്നപ്പോൾ കൂട്ടിനായി വന്നെൻ്റെ യേശു. കുറവുകളെല്ലാം ക്ഷമിച്ചു, കൂട്ടിനായി വന്നെൻ്റെ ചാരേ. കുറവുകളെല്ലാം ക്ഷമിച്ചു, കൂട്ടിനായി വന്നെൻ്റെ ചാരേ. കുറവുകളെല്ലാം ക്ഷമിച്ചു, കൂട്ടിനായി വന്നെൻ്റെ ചാരേ.